എന്നാൽ ഐസി ബാലകൃഷ്ണൻ എം.എൽ.എക്കെതിരെ പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന വാദമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ചത്. പരാതി വന്നാൽ പാർട്ടി അന്വേഷിക്കുമെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അർച്ചന ചേരുന്നു. അർച്ചന, വയനാട്ടിലെ കോൺഗ്രസ്സുകാർ തന്നെ വിജയേട്ട എന്ന് വിളിക്കുന്ന വിജയൻ എന്ന പൊതുപ്രവർത്തകൻ്റെയും മകൻ്റെയും മരണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ അദ്ദേഹത്തെ തള്ളുന്നു, ഐസി ബാലകൃഷ്ണനൊപ്പമാണ് എന്ന നിലപാടാണ് വി.ഡി. സതീശൻ സ്വീകരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ പറഞ്ഞത്? അജിത്, പ്രധാനമായും ഈ ഐസി ബാലകൃഷ്ണനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഇപ്പോൾ നിരവധിയായ ആളുകൾ ആരോപണവുമായി രംഗത്തെത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു വിഷയം നമ്മൾ ഉന്നയിച്ചത്. എന്നാൽ അത്തരമൊരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. പരാതി വന്നാൽ പാർട്ടി അന്വേഷിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായ. തരത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിൽ യാതൊരു പ്രതികരണവും നടത്താതെയാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഇപ്പോൾ നിരവധി പേർ ഇത്തരത്തിൽ ഐസി ബാലകൃഷ്ണനെതിരെ ആരോപണവുമായി രംഗത്തെത്തുന്നുണ്ട്. ഈ നിയമനം ആവശ്യപ്പെട്ട് നിരവധി ആളുകളിൽ നിന്ന് അദ്ദേഹം പൈസ വാങ്ങിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വി.ഡി. സതീശന്റെ പ്രതികരണം. ശരി അർച്ചനയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ഐസി ബാലകൃഷ്ണനൊപ്പമാണ് വി.ഡി. സതീശൻ എന്ന സൂചന തന്നെയാണ് ഈ വാക്കുകളിൽ. 2021 കെ സുധാകരനും മറ്റ് അനവധി കോൺഗ്രസ് നേതാക്കന്മാർക്കും പരാതി ഇതുമായി ബന്ധപ്പെട്ട് എൻ.എം. വിജയൻ അടക്കമുള്ളവർ നൽകിയിരുന്നു. ഇതൊക്കെ തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു ന്യായീകരണമാണ് ഐസി ബാലകൃഷ്ണന് വേണ്ടി വി.ഡി. സതീശൻ നടത്തിയത്. 2 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്ക് കേട്ടത്.